Do not drown in false ego. The truth is, I am the soul, a part of Bhagavan and his eternal servant. അനർത്ഥമായിരുന്നു ഫാൾസ് ഈഗോ, മിഥ്യ അഭിമാനം, മിഥ്യാഹങ്കാരം. അതിനെ അഹങ്കാരം തന്നെ പറയണം. കാരണം മിഥ്യാഹങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഹങ്കാരമുണ്ട്. എന്താണ് അഹങ്കാരം? ഞാനെന്ന ബോധം. ഈ ഞാനെന്ന ബോധം എന്താണ്? ശരിക്കും ഞാനെന്ന ബോധം എന്തായിരിക്കണം? ഞാൻ ആത്മാവാണ്, ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ നിത്യദാസനാണ്. ഇതാണ് അഹങ്കാരം, ഒറിജിനൽ അഹങ്കാരം. അഹങ്കാരം ഞാനെന്ന ബോധം. നമ്മൾ ഒറിജിനലി അങ്ങനെയാണ്, ഭഗവാന്റെ നിത്യദാസന്മാർ. ജീവേര സ്വരൂപാഹോയ് കൃഷ്ണേര നിത്യദാസ്. നമ്മൾ നിത്യദാസന്മാരായതുകൊണ്ട് അതാണ് നമ്മുടെ അഹങ്കാരം. അത് നല്ലതാ, അതാണ് അഹങ്കാരം. പക്ഷെ നിത്യ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായ ഒരു അഹങ്കാരം. എന്താണ്? ഞാൻ ഭോഗിയാണ് എന്നുള്ള തെറ്റായ മനോഭാവം. അതായിരുന്നു നിത്യ അഹങ്കാരം. അപ്പൊ അഹങ്കാരവും നിത്യാഹങ്കാരം. എന്നാണോ അഹങ്കാരം നിത്യാഹങ്കാരമായിട്ട് മാറിയത്, ആ നിമിഷമാണ് നമുക്ക് ഈ ശരീരം നൽകപ്പെട്ടത്. ഇതൊരു ശിക്ഷയാണ്. ഈ തടവിൽ പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരെ ആദ്യം കയ്യിൽ വിലങ്ങ് തടിയിടും. കണ്ടിട്ടുണ്ടോ? എന്തിനാ കയ്യിൽ വിലങ്ങ് തടിയിടുന്നത്? കയ്യിൽ വിലങ്ങ് തടിയിടുന്നത് വേഗത്തിൽ ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പുറകില് കയ്യിൽ എന്തോ ആക്കിയിട്ട് വിലങ്ങ് തടിയിടും. കാരണം വെച്ചാല് നമുക്ക് കൈ വീശി ഓടുന്ന സ്പീഡൊന്നും എന്തുണ്ടാവില്ല, കൈ പുറകില് കെട്ടിയിരിക്കുമ്പോൾ ഓടാൻ പറ്റില്ല. ഓടും. ഇപ്പൊ നമ്മൾ ഓടുന്നില്ലേ? ഈ ഓട്ടം തന്നെയാണ്. ഈ ഓട്ടാണ് ആ ഓട്ടം. ശരീരത്തിൽ പിടിച്ച് കെട്ടിയപ്പോ പുറകില് കൈ കെട്ടി വിലങ്ങുതടിയിട്ട പോലെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ എല്ലാത്തിനും സ്പീഡ് കുറഞ്ഞു. ഒറിജിനൽ നമ്മുടെ സ്പീഡ് എന്താണ്? മനോവേഗത്തിൽ ബ്രഹ്മാണ്ടം സഞ്ചരിക്കുന്ന വേഗതയാണ് നമുക്കുള്ളത്. പക്ഷെ ഇപ്പോ പാലക്കാട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ 2 വീലർ വേണം, നടക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് വേഗത കുറഞ്ഞു. കാരണം എന്താ? വിലങ്ങുതടി നമ്മുടെ കയ്യിലിട്ടിട്ടുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യമില്ല. വി ആർ അറസ്റ്റഡ് ബൈ മായ. മായാദേവി നമ്മൾ അറസ്റ്റ് ചെയ്തു, കയ്യില് വിലങ്ങുതടി. പിന്നെ നമ്മളായിട്ട് ഇതിനൊരു കാൽ കെട്ടിടും. ഏതാണ്? അതടുത്ത ശ്ലോകത്തിൽ കൈക്കെട്ട് മായയിടും, കാൽക്കെട്ട് നമ്മളെ ഇടും. അതെന്താന്ന് അടുത്ത് പറയാം.